ഗൈസ്, ഞാനും കുട്ടിമണിയും അപ്പയും കൂടി നമ്മുടെ തൃശ്ശൂർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഹൈലൈറ്റ് മാളിലേക്ക് വന്നേക്കാണ്. ഞങ്ങൾ രണ്ടാം പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആദ്യത്തെ വട്ടം നമ്മൾ നോമ്പ് കാലഘട്ടത്തിലാണ് വന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഫുഡ് ഐറ്റംസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ വട്ടം എല്ലാ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടിമണിക്ക് ആദ്യം തന്നെ ഞാനൊരു ടാസ്ക് കൊടുത്തു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ടാസ്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവന് ടാസ്ക് കൊടുക്കും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതിയൊരു യൂട്യൂബ് ചാനലാണ്, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് കുട്ടിമണിക്ക് ടാസ്ക് കൊടുക്കാം. ബി വെച്ചിട്ട് ഒരു 5 ഐറ്റംസ് എടുക്കാം. ഓക്കെ, ഏതാ? അപ്പോൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെ അവനൊരു B4 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബോണ്ടി ചോക്ലേറ്റാണ് അവന് കിട്ടിയിട്ടുള്ളത്. അവന് അത്ര ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഒന്നുമല്ല, അവന് ഇഷ്ടം ഇത്തിരി കൂടുതൽ നമ്മുടെ കിൻഡർ ജോയും അതുപോലെ തന്നെ ഡയറി മിൽക്കും ഒക്കെയാണ്. അപ്പോൾ ഡയറി മിൽക്കിൻ്റെ അവിടെയൊക്കെ അവന് സ്റ്റെക്ക് ആവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ടാസ്കിൻ്റെ ഭാഗമായിട്ട് അവന് ആ ചോക്ലേറ്റ് എടുത്തേ പറ്റൂ. അതിനുശേഷം നമ്മൾ വന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെ ലോകത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ B4 ബിസ്ക്കറ്റ് എളുപ്പമാണ്, പക്ഷേ എന്നാലും അവിടെ ലിറ്റിൽ ഹാർട്ട്സ് ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അവന് B4 കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വീണ്ടും കിട്ടിയത് അവന് ഇഷ്ടമുള്ളതൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ 2 ഐറ്റംസ് ആയിട്ടാ. ഇനി എത്ര ഐറ്റംസ് വേണം ബി വെച്ചിട്ട്? ഇനി 3. തുടങ്ങിക്കോ, വേഗം ആയിക്കോട്ടെ. അപ്പോൾ ബിസ്കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ബിസ്ക്കറ്റാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല എന്താ കോഫി ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. പക്ഷേ അവനത്ര ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ വീണ്ടും ഡയറി മിൽക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ അവൻ സ്റ്റെക്കായി. B4 ഇതെടുത്താലോ അമ്മയെന്നാണ് ചോദിക്കണം. അപ്പോൾ D4 ആണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. വേറെ രക്ഷയില്ല, ഇന്നത്തെ ടാസ്ക് അതാണ്. അപ്പോൾ D4 വരുന്ന സമയത്ത് നമുക്കത് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് നമ്മളങ്ങോട്ട് കടന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഏതായിരിക്കും എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കേ. അതുണ്ട്, അതിൻ്റെ അപ്പുറത്തുണ്ട്. ഓറഞ്ച് വേണോ യെല്ലോ വേണോ? ഏതാ വേണ്ടേ നോക്കട്ടെ. സൺഫീൽസിൻ്റെ ബോൺസ്. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞ ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞ് ഞാൻ കൊടുത്തത്. പക്ഷേ നല്ല 8ൻ്റെ പണിയായിരുന്നു കേട്ടോ. വേഗം കിട്ടുമെന്നാണ് ഞാൻ B4 വിചാരിച്ചത്. ഞാൻ അപ്പുറത്തേക്ക് പോവാ. ഏതെങ്കിലും അടുത്ത് എടുക്കണേ? അച്ഛാ ബോട്ടിലെടുത്തോ, ബോട്ടിൽ. അപ്പം അടുത്തത് അവൻ എത്തിയിട്ടുള്ളത് ബൂസ്റ്റിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. അവനത് ഇഷ്ടമാണ്. എത്ര 4 ആയിട്ടാ? 4 എണ്ണായിട്ടുള്ളൂ. ഇനി ഒരെണ്ണം കൂടി കാണാൻ പറ്റുള്ളൂ കേട്ടാ. 4 ഐറ്റംസ്. എന്നിട്ട് അതേതാ ലെറ്റർ? E. അങ്ങനെ 4th അവന് എടുത്തത് ബൂസ്റ്റാണ്. അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് അവന് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ അവർ എവറിഡേയുടെ നമ്മുടെ മിൽക്ക് പൗഡറൊക്കെ എടുക്കാൻ നോക്കി. പക്ഷേ E4 ആണല്ലോ, എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ചോക്കോസൊക്കെ അവന് ഫേവറേറ്റാണ്. പക്ഷേ അതൊന്നും B4 അല്ലാത്തതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് നല്ലൊരു ട്രിക്കാണ് കേട്ടോ ഗൈസ്. ഇവർ കുറേ ചറ വാരി ഇടണേക്കാൾ ഭേദം മുമ്പ് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത്ര എടുക്കുള്ളൂ. അപ്പം അങ്ങനെ 5 ഐറ്റംസ് ആയില്ലേ? ഇനിയില്ല. അപ്പോൾ കുട്ടിമണി കഴിഞ്ഞു കേട്ടോ ചലഞ്ച്. കുട്ടിമണി ഹാപ്പി ആയിട്ട് ഉണ്ടാക്കി. ബിസ്ക്കറ്റ്, പിന്നെ ബിങ്കോ, ബൂസ്റ്റ്. വേറെ ചലഞ്ച് ഞാൻ അടുത്ത വീഡിയോയിൽ. അങ്ങനെ കുട്ടിമണിക്ക് ഇനിയും ചലഞ്ച് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു ചലഞ്ചിന് ടൈമില്ലെന്ന് ഗൈസ്. നമുക്ക് ഇനി അടുത്തത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ കുട്ടിമണിയുടെ അപ്പയുടെ കൈയൊക്കെ പിടിച്ച് ഞങ്ങൾ ഫുഡ് മാളിലേക്ക് വന്നേക്കാണ്. നമ്മുടെ ലുലു മാൾ പോലെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റപ്പായിട്ട് എല്ലാ ഷോപ്പുകളും ഉണ്ട് കേട്ടോ ഫുഡിൻ്റെ. അപ്പോൾ ഇവിടുത്തെ ഫേവറേറ്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലാണ് ഈ പോപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫുഡ് വാങ്ങിക്കാം. അതുപോലെ തന്നെ ചിക്കിങ് എന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കേട്ട വേറൊരു റിവ്യൂ ആണ്, സൂപ്പർ റിവ്യൂ ആണ്. അലോ ക്ലബിലെ നമ്മുടെ എന്നിട്ട് പാനിപ്പൂരി ആ ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ സ്പെഷ്യലി ഇവിടെ നിന്ന് കേട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കഴിച്ചത് പാനിപ്പൂരി ആയിരുന്നു. അത് അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ ഈ ഫുഡ് മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കണേക്കാളും നല്ല നീറ്റായിട്ട് ഫ്രഷും
അതുപോലെ തന്നെ അതിൽ ആ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരാറുണ്ട്. അതായത് എനിക്ക് ഇഷ്ടപ്പെടാറില്ല അങ്ങനെ ഉരുളൻകിഴങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇതിൽ പക്ഷെ അങ്ങനെയല്ല, ഇതിൽ കുറേ ബോൾസ് പോലത്തെ ഒരു സംഭവം കെടുക്കുന്നുണ്ട്. അത് കടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അത് കഴിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരാനൊക്കെ ഉണ്ടാവുക. ഇതിൽ പോലെ ബോളായിട്ട് കിടക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ ഈ പാനി പോലത്തുള്ള ആ ഒരു 2 ഗ്ലാസ്സിൽ നല്ല നീറ്റായിട്ട് നല്ല നമുക്ക് കഴിക്കാൻ തന്നെ തോന്നും. അതുപോലെയാണ് നമുക്ക് തന്നത്. അപ്പോൾ ആൽഫയോണ്ട് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വട്ടമാണ് വാങ്ങിച്ചുള്ളൂ, അതിലൊരു 5-6 എണ്ണം ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ഫ്രഷ് ആയിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടിമണി പിന്നെ എരിവൊന്നും കഴിക്കാത്ത കാരണം അവനതങ്ങനെ കഴിച്ചില്ല. പിന്നെ നമ്മൾ കഴിച്ചത് ഫേവറോൾ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് ഒരു മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ ഒരു കോക്ടെയിൽ അല്ലെങ്കിൽ ഷേക്ക് പോലത്തെ ഒരു സംഭവമാണ്. ശരിക്കും മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ അതേ ടേസ്റ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇടയിലാണ് നമുക്ക് ഗ്രേപ്സിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുന്നത്. അത് കുട്ടിമണിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഒരു ബോട്ടിൽ ആദ്യം വാങ്ങിച്ചുള്ളൂ, അതൊരുവിധം ഓൾമോസ്റ്റ് തീർത്തത് അവന് തന്നെയാണ്. പിന്നെ അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് KFC ചിക്കനാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ചിക്കനാണ് കേട്ടോ കഴിച്ചത്. ചിക്കനും മോശമില്ല, പക്ഷേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൽ ഇത്തിരി ഉപ്പ് കൂടുതലായിരുന്നു, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ തീരെ പറ്റിയിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് കൊടുക്കാനൊന്നും പോയില്ല. അത് പിന്നെ കുറച്ച് വീട്ടിലേക്ക് പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ചത് ഈ പോപ്പോയ്സിൻ്റെ ചിക്കനാണ് കേട്ടോ. അത് കുറേ ഫ്ലേവർ ഉണ്ട്, 4 ഫ്ലേവർ അങ്ങോട്ട് ഉണ്ട് അവിടെ. പക്ഷേ ഞങ്ങൾ 2 ഫ്ലേവർ, കാരണം കുറേ കഴിക്കുന്നുള്ളത് കൊണ്ട് 2 ഫ്ലേവറാണ്. അടുത്ത വട്ടം വരുമ്പോൾ നമുക്ക് അടുത്ത ഫ്ലേവർ കഴിക്കാമെന്ന് വെച്ചിട്ട് ആൽഫയുടെ 2 ഫ്ലേവറാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം നല്ല സ്മൂത്തി ജ്യൂസിയൊക്കെ ആയിട്ടുള്ളൊരു ചിക്കനായിരുന്നു. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കഴിച്ച്. അപ്പോൾ അത് ആൽഫയാണ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പപ്പായ്സ് എനിക്ക് ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ KFC ചിക്കൻ്റെ ഒന്നും അത്ര ടേസ്റ്റ്, അങ്ങനത്തെ ടേസ്റ്റാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ഇത്തിരി കൂടി ഗ്രേവി ഇതൊക്കെ ആയിട്ടുള്ള ജ്യൂസി പോയിട്ടുള്ളത് എനിക്കത്ര ഇഷ്ടമല്ല. കുഴപ്പമില്ല, 1 ടൈം നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇത് ശരിക്കും നമ്മുടെ ചിക്കനിൻ്റെ പോലെ തന്നെയായിരുന്നു ടേസ്റ്റ് കേട്ടോ. അത് എക്സ്ട്രാ കൂടി വാങ്ങിച്ച പോലെയാണ് ഫീലാണ് നമുക്ക് വന്നത്. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല. പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ KFC ചിക്കനും ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യാം കേട്ടോ. കുട്ടിമണിക്ക് ഫേവറേറ്റ് ചിക്കനും KFC, അതാണ് അതിൻ്റെ ചിക്കൻ്റെ ലെഗ് വെച്ച് അവനിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കഴിച്ചു, അതിൻ്റെ കൂടെ ജ്യൂസ് കഴിച്ചു, പിന്നെ ഒരു 7up വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചത് ഹൈദരാബാദ് ദം ബിരിയാണിയാണ് കഴിച്ചത്. കുഴപ്പമില്ല, കാരണം ഒന്നാമത് നമ്മൾ ചിക്കൻ കഴിച്ചു, അതിൻ്റെ കൂടെ മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് കഴിച്ചു, പിന്നെ പോപ്പോയ്സിൻ്റെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കഴിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അത്ര അങ്ങോട്ട് ടേസ്റ്റ് പോരായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും ഞങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആൽഫേൻ്റെ മറ്റേ മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമായപ്പോൾ അവിടുന്ന് വീണ്ടും ഫേവറോൾസ് കേട്ടോ, അവിടുന്ന് വീണ്ടും നമ്മൾ മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ ആ ഷേക്ക് പോലത്തെ ജ്യൂസ് നമ്മൾ വീണ്ടും കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള തിയേറ്ററൊക്കെ വരാണെങ്കിൽ നമ്മുടെ ലുലു മാൾ പോലെ തന്നെ തൃശ്ശൂരൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു മാളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.